നീ എന്താ ഈ കുത്തിക്കുറിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ചില നോട്ട്സ് തയ്യാറാക്കും അമ്മേ. ക്യാപ്സ്യൂൾ നോട്ട്സ്. എക്സാം എഴുതുമ്പോ കുട്ടികൾക്ക് പ്രയോജനപ്പെടും. സ്കൂളിലെ ജോലി സ്കൂളിൽ തീർത്താ പോരെ? അതും കൊണ്ട് വീട്ടിലേക്ക് വരും. കിടക്കുന്നവരെ പിന്നെ പണിയോട് പണി തന്നെ. വേറൊരാള് താണ്ടെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. തനിക്കിപ്പോ എന്താ വേണ്ടത്? രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ മുറിക്കകത്ത് ആരോടും മിണ്ടാനാവാതെ കഴിയുന്നവളാ ഞാൻ. ജോലിയും കഴിഞ്ഞ് വന്നാ പോലും നിങ്ങൾ ആരും വാതുറക്കരുന്ന് പറഞ്ഞാൽ എങ്ങനെയാ? തന്നോട് സംസാരിക്കാനല്ലേ ജോലിയും കളഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നത്. അതിപ്പോഴല്ലേ ഭർത്താവ് വരുന്നതും മക്കള് വരുന്നതും നോക്കി വീട്ടിനകത്ത് അടുക്കളപ്പണിയും ചെയ്ത് കഴിയുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരോടൊന്നും മിണ്ടാൻ പോലും ഇവർക്ക് ആർക്ക് സമയമില്ല. കഷ്ടം തന്നെ. ആഹാ, ശ്രീ സാറോ? അല്ല, തിരക്കിലൊന്നും അല്ലല്ലോ? ഏയ്, ഒരു തിരക്കൂല. സാർ കയറിപ്പോര്. അയ്യോ, ഞാൻ വന്നെന്ന് കരുതി ജോലിയൊന്നും നിർത്തണ്ട. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ. സാർ ഇരിക്കുക. സന്തോഷ വാർത്ത ഇരുന്നുകൊണ്ടാണെങ്കിലും പറയാമല്ലോ. വാ. അല്ല, ടീച്ചർ തിരക്കിട്ട പണിയിലാണെന്ന് തോന്നുന്നു. എക്സാമിനുള്ള ചില നോട്ട്സ് പ്രിപ്പയർ ചെയ്യാ. എന്താ, ടീച്ചർ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അയ്യോ, എക്സാം എന്ന് പറഞ്ഞത് എനിക്കല്ല, ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാ. സന്തോഷ വാർത്ത സാറ് പറഞ്ഞില്ല. ഓ, അതാണല്ലോ പ്രധാന കാര്യം. ഞാനതങ്ങ് മറന്നു. വിശ്വനാഥൻ സാറിന്റെ കേസിന് കാരണമായ ആ ലോണുകളുണ്ടല്ലോ, അതൊക്കെ തിരിച്ചടയ്ക്കാമെന്ന് വാവച്ചൻ സമ്മതിച്ചു. അയ്യോ, അയാളത് എങ്ങനെ സമ്മതിച്ചു? ഇത്രയും ദിവസം അടക്കില്ല എന്നുള്ള കടുംപിടുത്തത്തിലായിരുന്നല്ലോ. ലോൺ തിരിച്ചടയ്ക്കാതെ മറ്റൊരു വഴിയില്ലായിരുന്നു അയാൾക്ക്. അത്രയ്ക്കും സോളിഡ് എവിഡൻസുമായിട്ടാ ഞങ്ങൾ പോയത്. അപ്പോ വിശ്വേട്ടന്റെ ജോലി തിരികെ കിട്ടും അല്ലേ സാറേ? തീർച്ചയായിട്ടും. ലോൺ തിരിച്ചടച്ചാ പിന്നെ കേസില്ലല്ലോ. സാർ ഒരാളിന്റെ പരിശ്രമം കൊണ്ടാ ജോലി തിരികെ കെട്ടാൻ സാഹചര്യം ഉണ്ടായെന്ന് എനിക്കറിയാം. നന്ദിയൊന്നും മനസ്സിലുണ്ടാവും. ജോലി തിരികെ കിട്ടുമെങ്കിലും 1-2 ഇൻക്രിമെന്റ് ചിലപ്പോൾ കട്ടായി പോകും. ചെറിയൊരു പണിഷ്മെന്റ്. ലോൺ പാസ്സാക്കുന്നതിന് മുമ്പ് അക്കൗണ്ട് വെരിഫൈ ചെയ്തില്ലല്ലോ, അതിനുള്ള ചെറിയൊരു പണിഷ്മെന്റ്. ഇൻക്രിമെന്റ് ഇനി ഒരിക്കലും കിട്ടിയില്ലെങ്കിൽ സാരമില്ല സാർ. ജോലി തിരികെ കിട്ടുമല്ലോ. അതിനേക്കാളേറെ സന്തോഷം കള്ളൻ എന്നുള്ള പേരുദോഷം മാറി കിട്ടുന്നതില്ല. ശരിക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ സാറ് പറഞ്ഞത്. അതുകൊണ്ട് ചായ കുടിച്ചിട്ട് പോയാ മതി.